രക്ഷാപ്രവർത്തനത്തിൽ ചോദ്യം ചെയ്യൽ അജിത് കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാർ SITക്ക് മുന്നിൽ. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിൽ SIമാരെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഗ്രേഡ് SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായത്. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നേരത്തെ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ SIമാരെയാണ് ചോദ്യം ചെയ്യുന്നത്. കേസിൽ പ്രതികളായ ഗൺമാൻമാർക്ക് തിരിച്ചടിയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴി വന്നിരുന്നു. ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചത് പോലീസ് ലാത്തി ഉപയോഗിച്ചല്ലെന്നും ഗൺമാൻമാർക്ക് ലാത്തി അനുവദിച്ചിട്ടില്ലെന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥൻ മൊഴി നൽകി. ഗൺമാൻമാർക്ക് അനുവദിച്ചത് തോക്ക് മാത്രമാണ്. ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസുകാരെ തല്ലാൻ ഉപയോഗിച്ച വടി സ്വന്തമായി വാങ്ങിയതാണെന്നും പോലീസ് മാനുവൽ പ്രകാരം ലാത്തിക്ക് 32 ഇഞ്ച് നീളമേ ഉള്ളൂ. എന്നാൽ ആലപ്പുഴയിലെ മർദ്ദനത്തിൽ ഗൺമാൻമാർ ഉപയോഗിച്ചത് അതിനേക്കാൾ നീളം കൂടിയ വടിയാണെന്നും ഉദ്യോഗസ്ഥൻ മൊഴി നൽകി. അതിനിടെ ഗൺമാൻമാർക്കെതിരായ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത നൽകി അന്വേഷണ സംഘം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ 308 വകുപ്പ് ചുമത്തിയതിന് വിദഗ്ധോപദേശം തേടിയ ശേഷമാണെന്നും 308 ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വിവേചനാധികാരമുണ്ടെന്നും SIT വ്യക്തമാക്കുന്നു. ഗൺമാൻമാർക്കെതിരെ 308 ചുമത്തിയതിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിൽ വകുപ്പ് ചേർത്തത് വിദഗ്ധോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചപ്പോൾ അതും കോടതിയിൽ നൽകി. കൂടുതൽ വകുപ്പ് ചേർക്കുമെന്ന് കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ തിടുക്കം ഉണ്ടായിട്ടില്ലെന്നും SIT വ്യക്തമാക്കി. നവകേരള ബസ്സിന് നേരെ കല്ലേറുണ്ടായി എന്ന് പ്രതികൾ പറഞ്ഞത് കള്ളമാണെന്നാണ് SIT റിപ്പോർട്ടിലുള്ളത്. ബസ്സിന് നേരെ കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും KSRTC ബസ് ഡ്രൈവറുടെ മൊഴിയും പ്രതികൾക്കെതിരാണെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. നവകേരള ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ബസ് ഡ്രൈവർ അഭിലാഷിന്റെ മൊഴി. കേടുപാടുകൾ സംഭവിച്ചതായി KSRTC മെക്കാനിക്കൽ എഞ്ചിനീയറുടെ റിപ്പോർട്ടിലും ബസിന്റെ ഒഫീഷ്യൽ രേഖകളിലും ഇല്ലെന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.